ഹലോ നമസ്കാരം, വെൽക്കം ടു മെനിയൻ ബ്ലോഗ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്തുള്ള ഐത്തോഷു കൺവെൻഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ക്ലൈൻറ്റ് മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ് ഇവിടെ. വന്ന് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഗ്രീനറീസും ചെടികളും ഒക്കെയുള്ള നല്ലൊരു ഹാള്. ഇത് കോട്ടയം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ. വളരെ നടന്നു പോകാനുള്ള ദൂരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം വണ്ടികൾക്കായാലും, അതായത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ക്രിസ്ത്യകളുടെയും വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പോർച്ച് ഏരിയ പോലൊക്കെ ഉണ്ട്. അതേപോലൊക്കെ ഒരു എൻട്രൻസ് ചെയ്യാനുള്ള ഒരു വലിയൊരു സ്ഥലം തന്നെയുണ്ട് നമ്മുടെ ഒരു ഗ്ലാസ് ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ. ഇവിടെ ഒരു 3 ഡോറാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത എൻട്രൻസും വെൽക്കം ബോർഡും ഗണപതി ഡെക്കോറും അല്ലെങ്കിൽ നെയിം ബോർഡ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെക്കോർസ് നമുക്കിവിടെ ചെയ്യാം. അതുപോലെ വെൽക്കം ഡ്രിങ്ക്സ് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാനുള്ള ഒരു സ്ഥലം ഇച്ചിരി മാറിയായാലും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അകത്തൊരു ഹോളിനകത്തോട്ടൊന്ന് കയറാം. ഹോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഒരു സൈസ് അറൗണ്ട് ഒരു 105x65 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്, നീളവും വീതിയും വരുന്നത്. അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലാസ് ഹൗസ് പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു ഈവനിങ് പ്രോഗ്രാമൊക്കെ പൊളിയായിരിക്കും ഇവിടെ ഫുള്ളി ലൈറ്റ് ആംബിയൻസിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഇതൊന്ന് വേണമെങ്കിൽ നല്ല വെട്ടം കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡാർക്ക് മാസ്ക് പോലെ വേണം. അങ്ങനെ മാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു സൈഡിലൊരു 14 ഫീറ്റ് ഹൈറ്റ് നമുക്ക് സൈഡിൽ വരുന്നുണ്ട്. അത്രയും വലിയ കർട്ടനുകൾ ഇട്ട് കഴിഞ്ഞാലായിരിക്കും ഇതൊരു ഭംഗിയായിട്ട് മാസ്ക് ചെയ്തെടുക്കാൻ പറ്റുക. പിന്നെ ഇനി നമുക്ക് സ്റ്റേജിനകത്തേക്ക് വരാം. സ്റ്റേജിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റേജിൻ്റെ എൻഡ് ടു എൻഡ് ഈ പറയുന്ന 65 ഫീറ്റ് തന്നെ വരുന്നുണ്ട്. ഈ കർട്ടൻ മുതൽ അങ്ങേയറ്റത്തെ കർട്ടൻ ഇട്ടേക്കുന്നത് വരെ. പക്ഷേ അകത്ത് ഈ കമ്പി ഇട്ടേക്കുന്നത് മുതലുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അത് നമുക്ക് അറൗണ്ട് ഒരു 40 ഫീറ്റാണ് വരുന്നത്. അപ്പം സ്റ്റേജിനകത്തുള്ള ഒരു വിട്ട് വരുന്നതെന്ന് പറയും, ഈ ഒരു കർട്ടൻ വരെ 13 ഫീറ്റാണ് വരിക, 13. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 14 ഫീറ്റാണ് നമുക്ക് വരിക. പിന്നെ ഈ സ്റ്റേജിനകത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 ഫേസ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡൂം ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കേർട്ടൻ്റെ പുറകിലായാലും ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലത്തെ 2 ഡോറ് ഗ്രീൻ റൂം തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു ഗ്രീൻ റൂമുമാണ് ഇവിടെ വരുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റ് വരുന്നത്. സാധാരണ എൻട്രൻസിലാണോ, ഇത് ബാക്കിലാണ് ലിഫ്റ്റ് വരുന്നത്. അതുവഴിയാണ് താഴെ ആഹാരം കഴിക്കുന്നിടത്തോട്ട് നമുക്ക് പോകുന്നത്. അപ്പം ഈ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് വാഷ്റൂംസും ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ട്. അതേപോലെ ബാക്കിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പം ഇവിടെ 2 റിസപ്ഷൻസ് നടത്താൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ മോളിൽ വെഡ്ഡിങ്ങും താഴെ സദ്യ എന്നുള്ള രീതിയിൽ നടത്താൻ പറ്റുന്ന രീതിയിലോ ആണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് പോയിരിക്കുന്നത്. നമ്മൾ മോളിൽ നിന്ന് സ്റ്റേജിൻ്റെ അവിടെ നിന്ന് താഴോട്ട്, ആ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ താഴത്തെ ഹോളിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം ഇതിനകത്തോട്ട് കയറുമ്പോഴും മോളത്തെ പോലെയൊക്കെ തന്നെ എല്ലാ ഗ്ലാസ് ഹൗസ് മോഡലിലെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിനകത്ത് കുറേ പില്ലേഴ്സ് ഉണ്ട്. ഇപ്പം കൂടുതലും ചെറിയ പ്രോഗ്രാംസൊക്കെ അത്യാവശ്യം ഇവിടെ നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല, നല്ല വലിയ പ്രോഗ്രാംസ് തന്നെ ഇവിടെ നടക്കാറുമുണ്ട്. ഈ ഒരു ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 120x65 ആണ്. അത് മുകളിലത്തേക്കാട്ടിലും ഹോൾ സൈസ് വലുത് ഇതാണ്, പക്ഷേ സ്റ്റേജ് സൈസ് മുകളിലാണ് വലുതെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള ഒരു സ്റ്റേജ് സൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 43x17 ആണ് സ്റ്റേജ് സൈസ് പറയുന്നത്. അതേപോലൊക്കെ ബാക്ക് സൈഡിലെ ഹൈറ്റ് 9 ഫീറ്റ് ഹൈറ്റ് ആയിരിക്കും വരിക. ആ 9 ഫീറ്റ് കാണുമ്പോൾ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു കട്ടിങ്ങിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു 10 ഫീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഡെക്കോർ എപ്പോഴും പ്ലാൻ ചെയ്യാൻ. ഇവിടെ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് മുകളിലത്തെ പോലെ തന്നെ 2 ഗ്രീൻ റൂംസ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിലായാലും സ്റ്റെപ്പ് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലാണ് സ്റ്റെപ്പ് പോയേക്കുന്നത്. സെൻറ്റർ സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ആ ഒരു സ്റ്റെപ്പ് പോയേക്കുവാണ്. സോ ഇവിടെ നമുക്കൊരു ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കിടന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സോ കാര്യങ്ങളോ കൊടുത്തിട്ട് ആ ഒരു സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഐത്തോഷു കൺവെൻഷൻ സെൻറ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതലും റിസപ്ഷൻസ് മുകളിലും താഴെയായിട്ട് നടക്കാറുണ്ട്. അത് ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാൻ. അപ്പം എന്തെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വെന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ സൈറ്റ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു so much.